സോ ഞാൻ പറഞ്ഞ പോലെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ UPSC. അത് ഇതിനകത്ത് GS1-ന്റെ ഒരു 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ 2023-ലെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവേർഡ്സ് ഡെവലപ്മെന്റ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ. ഇതിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എഴുതാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പ്രീ പ്ലാൻ നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. എങ്ങനെയാണ് പ്രീ പ്ലാൻ ആണ്, കാരണം ഇത് ജോഗ്രഫിയും ഏൻഷ്യൻ ഇന്ത്യ ആയിട്ട് ലിങ്ക് ചെയ്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ വരുമെന്ന്. സോ റൈറ്റ് എ ക്ലീൻ ഇൻട്രൊഡക്ഷൻ. Geography is considered to be the deciding factor in most of our lives, and geography definitely plays an important role in ancient India history. സ്വാഭാവികമായിട്ട് ഇത് 2 രീതിയിൽ എഴുതാം. ഞാൻ എഴുതിയേക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയുടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്. Can you tell me any of this factors of ancient India? ടെമ്പിൾ ആർക്കിടെക്ചർ ഇല്ലേ, പിന്നെ ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ, പിന്നെ സെറ്റിൽമെന്റ്, റൈറ്റിംഗ് സ്ക്രിപ്റ്റേഴ്സ്, ഇതൊക്കെ പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, ഇതൊക്കെ ഏൻഷ്യൻ ഇന്ത്യയുടെ ഫാക്ടേഴ്സ് ആണ്. പിന്നെ രണ്ടാമത്തെ രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞത് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? റിവർ സിസ്റ്റം, മൗണ്ടൻ സിസ്റ്റം, ഫോറസ്റ്റ്, ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് ഏൻഷ്യൻ ഇന്ത്യൻ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏൻഷ്യൻ ഇന്ത്യൻ ഫാക്ടർ ചെയ്യാൻ നേരത്ത് നമ്മൾ ജോഗ്രഫി എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കണം, ജോഗ്രഫി ചെയ്താൽ നേരത്ത് ഏൻഷ്യൻ ഇന്ത്യ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഏൻഷ്യൻ സെറ്റിൽമെന്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ജോഗ്രഫി ഓഫ് ദ റീജിയൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെയാണ്? ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ അടുത്താണ് വന്നത്. റോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള, അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. റോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബിലെ സിസ്റ്റം, പഞ്ചാബിലെ സെറ്റിൽമെന്റ്സ് സത്ലജിന്റെ റിവർ സിസ്റ്റത്തിന്റെ അടുത്താണ്. അതാണ് ഒരു എക്സാമ്പിൾ. ഇപ്പൊ രണ്ടാമത്തെ ലീവ്ലിഹുഡ് ഡിസൈഡ്, ജോഗ്രഫിക്കൽ ഫീച്ചർ ഡിസൈഡ് ലൈവ്ലിഹുഡ് ഓഫ് ഏൻഷ്യൻ പീപ്പിൾ. പോട്ടറി മേക്കിംഗ് എന്ന് പറയുന്നത് ചുനാർ റോക്സും പിന്നെ മാർബിൾ ഉള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ പിന്നെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. എങ്ങനെ? ഇപ്പോൾ നോർത്ത് വെസ്റ്റ് പോട്ടറി സിസ്റ്റം, അത് ശരിക്കും അവിടെ ഒരു നോർത്ത് വെസ്റ്റേൺ ഏരിയാസിലാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ എഴുതാം. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, ദ ഫോം ഓഫ് ഏൻഷ്യൻ ഇന്ത്യ ആർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോഗ്രഫി. എങ്ങനെ? ഹില്ലി ഏരിയാസിൽ വലിയ വലിയ റോക്സിന്റെ അടുത്താണ് അവർ പടം വരച്ച് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ മഹാരാഷ്ട്രയിൽ നമ്മൾ നിലത്ത് കുറച്ച് പാറ്റേൺസ് ഉണ്ട്. സോ അതാണ് 2 രീതിയിൽ ജോഗ്രഫി എങ്ങനെയാണ് ഏൻഷ്യൻ ഇന്ത്യ ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് ഇൻവേഷൻ ഇൻ ഏൻഷ്യൻ പീരീഡ്. ഇൻവേഷൻസ് എങ്ങനെ ചെയ്തിട്ടുണ്ട്? ഈ ഹിമാലയൻ റീജിയൻസ് ഉള്ളതുകൊണ്ടാണ് കുറെ സെൻട്രൽ ഏഷ്യ എന്നുള്ള ഇൻവേഷൻ തടഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ഏൻഷ്യൻ കിങ്ഡംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുറേം കൂടെ അധികം നാള്. പെട്ടെന്ന് ഇൻവേഷൻ നടന്നിട്ടില്ല. ഡെവലപ്മെന്റ് ഓഫ് പ്രോസ്പെറസ് കിങ്ഡം. ഇപ്പൊ മഗധ കിങ്ഡം ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ജോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്ലെയിൻസ് ഉണ്ട്, അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോറസ്റ്റ്, അങ്ങനത്തെ കുറച്ച്, പിന്നെ അയൺ ആൻഡ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് മഗധ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റോക്സ് അവൈലബിൾ ദെയർ. ഇപ്പൊ നോർത്തിലുള്ള വേറൊരു ബ്രിക് സിസ്റ്റം ആയിരിക്കും അവിടെ ടെമ്പിൾസിൽ ഉണ്ടാവണേ. സൗത്തിൽ എന്താണ്? റോക്സും പിന്നെ മാർബിൾസ് ഒക്കെയാണ്. അമരാവതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അമരാവതി ആർക്കിടെക്ചർ. അങ്ങനെ. സോ അങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. പിന്നെ എന്താ എഴുതുന്നത്? ലാസ്റ്റ്ലി കൺക്ലൂഷൻ, ജോഗ്രഫിക്കൽ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് formation of ancient history and geography still influence politics of modern world, like case of Indian Ocean region and its importance in 21st century. ഞാനിവിടെ എന്താ ചെയ്തേക്കണേ? ഇപ്പൊ കണക്ട് ചെയ്തേക്കോ. ഈ നമ്മുടെ മോഡേൺ വേൾഡിലുള്ള ജോഗ്രഫി എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ സ്റ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഞാനിവിടെ എഴുതിയേക്കണേ. അപ്പൊ എന്താ, നമ്മൾ കുറച്ചുകൂടെ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്യണമാണ്. ഏൻഷ്യന്റ് മാത്രമല്ല, നമ്മൾ തിങ്ക് ചെയ്യുന്നുള്ള സംഭവമാണ്. മനസ്സിലായി? അപ്പോൾ ഞാനൊരു 6 പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. സോ ഇനഫ് മാർക്സ് കിട്ടേണ്ടതാണ്. ഓക്കെ, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മഹാത്മാഗാന്ധി ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ ഇൻ ദർ അപ്രോച്ച് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണലിസം? ഇതൊരു രീതിയിലാണ്. ഇത് എങ്ങനെ എഴുതും? ഇപ്പൊ ഞാനിവിടെ എഴുതി നോക്കണ്ട, നിങ്ങളൊരു ആദ്യമായിട്ടൊരു സംഭവം കാണാൻ നേരത്തെ എങ്ങനെ എഴുതുന്നത്? ആദ്യം അങ്ങനെ കമ്പയർ ചെയ്ത്, പിന്നെ അതിനെ കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലാണ് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞുതരാം. Both Mahatma Gandhi and Rabindranath Tagore were prominent personalities of 20th century who were the holders of title knighthood. നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുക 2 പേരെ പറ്റിയിട്ട്. പിന്നെ 2 പേർക്കും അവരുടേതായ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഡിഫറൻസ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ, അവിടെ ഞാൻ എന്താ ചെയ്തേക്കണേ? ഡയമെൻഷൻസ് എഴുതി. എന്തിലാണ് അവർ ഡിഫറൻസ് ആയേക്കണേന്ന് മനസ്സിലായി? ചുമ്മാ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ ക്ലാരിറ്റി ഞാൻ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? അപ്രോച്ച് എങ്ങനെയാണ് ഗാന്ധിയുടെ അപ്രോച്ച്? ഗുരുകുൽ സിസ്റ്റം, ആശ്രം സിസ്റ്റം ആണ് പുള്ളി ഫോളോ ചെയ്തത്. എങ്ങനെ? സബർമതി ആശ്രമത്തിലൊക്കെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് രവീന്ദ്രനാഥ് ടാഗോർ, ഹി പ്രൊവൈഡഡ്
സ്കൂൾ സിസ്റ്റം ആൻഡ് കോളേജ് സിസ്റ്റം, എങ്ങനെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, ശാന്തി നികേതൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കണ്ടന്റ് ഓഫ് സ്റ്റഡി, എങ്ങനത്തെ കണ്ടന്റ് ആണ് ഗാന്ധിജിയും രവീന്ദ്രനാഥും കൊണ്ടുവന്നത്. ഗാന്ധിജി കൊണ്ടുവന്ന കുറച്ചുകൂടെ നേച്ചർ ഫ്രണ്ട്ലി സ്റ്റഡി, പിന്നെ കുറച്ചുകൂടെ ലോക്കൽ ആയിട്ടുള്ള ഹോം സയൻസ് പോലെ പ്ലാന്റേഷൻ സ്റ്റഡീസ്, അങ്ങനെയാണ് ഗാന്ധിജി കൊണ്ടുവന്നത്. രവീന്ദ്രനാഥ് ടാഗോർ കൊണ്ടുവന്നത് എങ്ങനെയാ, ആംഗ്ലിസിസ്റ്റ് സ്റ്റഡിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മോഡേൺ സയൻസിനെ കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റഡീസ്. ഓക്കെ, അടുത്ത ഡിഫറൻസ് ഇൻ നാഷണലിസം. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഡയമെൻഷൻസ് കൊണ്ടുവന്നു. ഐഡിയോളജി എങ്ങനെയാണ്, ഗാന്ധിജി കുറച്ചുകൂടെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. എങ്ങനെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൊടുത്തു, പക്ഷെ കമ്പാരിറ്റീവ്ലി രവീന്ദ്രനാഥ് ടാഗോർ അങ്ങനെയല്ല. കാരണം ഹി ഒപ്പോസ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അത്ര എക്സ്ട്രീമിസ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എതിർത്തത് ആദ്യമേ ഇനീഷ്യലി. പിന്നെ സപ്പോർട്ട് ബേസ്, ആരൊക്കെയായിരുന്നു ഗാന്ധിയുടെ സപ്പോർട്ട് ബേസ്? ഹി ഫോക്കസ് ബോത്ത് ഓൺ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. റൂറൽ മാസ്, അൺഎഡ്യൂക്കേറ്റഡ് മാസിനെയും പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ രവീന്ദ്രനാഥ് ടാഗോർ അർബൻ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണ് കൂടുതൽ ചെയ്തത്. പിന്നെ എങ്ങനെയായിരുന്നു അപ്രോച്ച്, മെത്തേഡ് ഏതാണ്, മെത്തഡോളജി എന്തായിരുന്നു? ഹങ്കർ സ്ട്രൈക്ക്, അങ്ങനെയായിരുന്നു ഗാന്ധിയുടെ. ഗ്രൗണ്ട് ലെവലിലുള്ള വർക്ക്സ് ആയിരുന്നു ഗാന്ധിയുടെ. പക്ഷേ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുറച്ചുകൂടെ പോയിറ്റിക് ആയിട്ടുള്ള പോയം വെച്ചിട്ടുള്ള, ഹി വർക്ക്ഡ് ഇൻ ദ ഗ്രൗണ്ട് ലൈക്ക് മറ്റേ രാഖി മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഈ പോയംസിലാണ് പുള്ളി ഫേമസ്. എങ്ങനെ, ഏതൊക്കെ, അമർസോണ ബംഗ്ല, ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തം. സോ ഹി പ്രൊവൈഡഡ് ഡ്യൂറിങ് ദോസ് സ്വദേശി മൂവ്മെന്റ് പീരീഡ്. അങ്ങനെയാണത്. പിന്നെ ഈവൻ ദോ, പിന്നെ അവസാനം നമ്മൾ എഴുതുക, ഇവർക്ക് ഡിഫറൻസ് മാത്രമല്ല മറ്റേ എന്തുണ്ട്, അതെ സിമിലാരിറ്റീസും ഉണ്ട്. എങ്ങനെ, ഈവൻ with the differences both of them contributed to socio-religious reforms and independence of India, which is why both of them are remembered all around the world even today. പിന്നെയും എന്താ പറഞ്ഞേ, പ്രസന്റ് വേൾഡ് ആയിട്ട് കണക്ട് ചെയ്തു. നമ്മുടെ എന്താന്ന് പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഈ പറഞ്ഞ നാഷണലിസത്തിലും മാത്രമല്ല കണക്ട് ചെയ്തേക്കുന്നത്, പക്ഷേ സോഷ്യോ റിലീജിയസ് റിഫോംസിലും ഗാന്ധിജി ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ ആർ പാർട്ട് ഓഫ് ഇറ്റ്. സോ അങ്ങനെയാണ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആൻസർ എഴുതേണ്ടത്. ഇത് പല രീതിയിൽ എഴുതാം. എന്റെ ആൻസർ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ മാറ്റാനായിട്ട് പറ്റും. സോ ഇതൊരു എന്താ പറഞ്ഞ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. താങ്ക് യു.